ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഈദിൻ്റെ എല്ലാ വിശേഷങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്ഡ് വ്ളോഗാണ് കേട്ടോ. അത് ഈദിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും അതുപോലെ ഈദിൻ്റെ തലേ ദിവസത്തെ ഈദിൻ്റെ അന്നത്തതും അതുപോലെ ഈദിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗാണ്. എല്ലാതും കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരൊറ്റ വ്ളോഗിനുള്ള കണ്ടൻറ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കണം നമ്മുടെ ഈദിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഈദിന് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ പോയിന്ന്. പെരിന്തൽമണ്ണ പല ഷോപ്പിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലായിടത്തുനിന്നും കുറച്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ സൂഹിക്കും ഇവാൻക്കും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്തിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഏത് ഷോപ്പിൽ പോകണം, ഏതൊക്കെ ഷോപ്പിൽ നിന്ന് ആർക്കൊക്കെ ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയിരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷോപ്പിംഗ് കഴിച്ച് പോരല്ലോ. ഈദിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടാവും ഷോപ്പിൽ നിന്ന്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോയിരുന്നു. പക്ഷേ അതിൽ ഇവാൻ്റെ ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് മാറിയിട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിരുന്നത് മാജിക് മോളിലാണ്. മാജിക് മോളിൽ നിന്ന് ഞാൻ ഡ്രസ്സൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജൂഹിക്ക് മാത്രം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത ഡ്രസ്സുകളൊക്കെ ഈദിൻ്റെ അന്നത്തെ ഭാഗം കൂടി അതിൽ കാണിക്കണ്ടല്ലോ, അതിൽ കാണിക്കാം കേട്ടോ. മാജിക് മോളിലത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫാമിലിക്കായിരുന്നു കേട്ടോ. ഫാമിലിയിൽ നിന്ന് കുറച്ച് റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഹെയർ ആക്സസറീസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റണ്ണിങ് മെറ്റീരിയൽ. പിന്നെ ഫാമിലിയിൽ നിന്ന് ജസ്റ്റ് ചുരിദാറൊക്കെ നോക്കാൻ വിചാരിച്ചിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്നെല്ലാം എടുക്കാൻ പ്ലാൻ ചെയ്ത് നിന്നാലും ജസ്റ്റ് അവിടെ നിന്ന് കളക്ഷൻസ് നോക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു ആ സമയത്ത്. പെരുന്നാളിനോട് അടുപ്പിച്ചുള്ള സമയമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചുരിദാറൊന്നും നോക്കിയില്ല, ജസ്റ്റ് അതിൻ്റെ സെക്ഷനിൽ പോയി അവിടുത്തെ തിരക്കുണ്ട് നേരെ തിരിച്ചു വന്ന് റണ്ണിങ് മെറ്റീരിയലിൻ്റെ അവിടെ വന്നുകൊണ്ട് കുറച്ച് സാറ്റിൻ ക്ലോത്തൊക്കെ കട്ട് ചെയ്തെടുക്കാണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് നേരെ പിന്നെ വേറെ ഷോപ്പിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ലോറിയിലാണ്. ലോറിയിൽ നിന്നാണ് എനിക്ക് ഡ്രസ്സ് എടുത്തത്. ഞാനും ഇനിയത്തേക്ക് അവിടെ നിന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ജസ്റ്റ് നല്ല സോഫ്റ്റ് കോട്ടൻ്റെ റെഡിമെയ്ഡ് ചുരിദാർ എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ സോഫ്റ്റ് കോട്ടൻ്റെ ചുരിദാർ മാത്രം നോക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ടൈപ്പ് ഡ്രസ്സൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല വെസ്റ്റേൺ കളക്ഷൻസൊക്കെ ഉള്ള ഒരു ഷോപ്പാണ് തോന്നുന്നു. പക്ഷേ ഞാൻ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ചുരിദാർ മാത്രം നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു പീസ് എടുത്ത് പോരും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവാൻക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ സാപ്പിൽ പോയി അവിടെ നിന്നാണ് ഇവാൻക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഷോപ്പുകളിലൊക്കെ ഇട്ട് പോയത് എല്ലായിടത്തുനിന്നും കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അത്യാവശ്യം എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ചെറിയ വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതേ പറഞ്ഞത് എല്ലാം കൂടി എനിക്ക് കൂടിയിട്ട് ഒറ്റ വ്ളോഗിൽ കണ്ടിട്ടുള്ളൂ. ഒന്നും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇതിന് വ്ളോഗ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നില്ല കേട്ടോ. കാരണം ഇപ്രാവശ്യം നോമ്പിനൊന്നും വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ അതിൻ്റെ മുന്നത്തെ ഓരോ വ്ളോഗുകൾ എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഉണ്ടായിരുന്നു. അതെന്നെ വൈകിക്കായിരുന്നു. അപ്പോൾ പിന്നെ നോമ്പിന് വ്ളോഗ് എടുത്തില്ല. അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വൈകുന്നില്ലതുകൊണ്ട് ഞാൻ ആ സമയത്ത് വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്രാവശ്യം ഇതിനും വ്ളോഗ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും എഡിറ്റ് ചെയ്യാൻ വൈകിയാലോ വിചാരിച്ചിട്ട്. പിന്നെ സൂഹിൻ്റെ ഫസ്റ്റ് ഇതായതുകൊണ്ട് തന്നെ ചെറിയ വീഡിയോ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മെമ്മറിക്ക് കൊണ്ട് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് മാത്രം കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ പെരിന്തൽമണ്ണ മാട്ടിലാട്ടോ. അവിടെ എനിക്കൊന്ന് രണ്ട് സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച സാധനങ്ങളൊന്നും അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ എൻ്റെ ഒരു ഹെയർ ആക്സസറീസിൻ്റെ ഓൺലൈൻ സ്റ്റോർ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, BM ആർട്ട് കഫേ. ഹെയർ ആക്സസറീസൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടതെന്ന് കയറി ചെക്ക് ചെയ്തിട്ട് അറിയിക്കാം കേട്ടോ. വേണ്ടവർ ഓർഡർ തരാം. അപ്പോൾ അതിൻ്റെ ഈദ് ഓർഡേഴ്സ് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതായിരുന്നു അത്. പിന്നെ ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവാൻ്റെ കയ്യിൽ ഈദ് മുബാറക്ക് എഴുതി മൈലാഞ്ചിയൊക്കെ ഇട്ടതായിരുന്നു. ഞാൻ പള്ളിയിൽ പോവാണ്. എന്തിനാ പോണേ? ബീർ ചെല്ലാനോ? ഇവാന് തലേ ദിവസം പള്ളിയിൽ തക്ബീറൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ അവനൊക്കെ പള്ളിയിൽ പോയി. പിന്നെ സൂഹി ഉറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടു കേട്ടോ. അപ്പോൾ കൈൻ്റെ ബാക്കിൽ ഫസ്റ്റ് ഇട്ടു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ സൂഹി ഉറങ്ങിയതിന് ശേഷം കൈൻ്റെ ഉള്ളിലിട്ട് അതിന് ടൈം കിട്ടുമ്പോഴൊക്കെയാണ് മാറി ഇട്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് തലേ ദിവസം വീഡിയോ എടുത്തത്. ഇനി പെരുന്നാളിൻ്റെ അന്നത്തെ കാണിക്കാം. Hi
ഈദ് മുബാറക്. ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. അത് മൈതാൻ ചെടിച്ചെടുത്ത അപ്പോൾ പെരുന്നാൾ പള്ളിക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സുഹി പറഞ്ഞ അപ്പൻ്റെ കയ്യിലില്ല, അവർ മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ആ സമയത്ത് വീഡിയോ എടുക്കാനില്ല, കുറച്ച് നേരം വൈകിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന സമയത്തും പിന്നെ വീട്ടിൽ വന്നിട്ടൊക്കെ ചെറിയ രീതിയിൽ വീഡിയോ എടുത്തതാണ്. അപ്പോൾ സുഹിൻ്റെ ഡ്രസ്സും ഇവാൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇവാൻക്കൊരു കോട്ട് സെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സുഹിക്ക് ഒരു ഫ്രോക്കും അതുപോലെ വേറൊരു റോംബർ ടൈപ്പ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. സുഹിൻ്റെ ഡ്രസ്സ് ഇതാണ്. പിന്നെ അതിന് മാച്ചായിട്ട് തന്നെ ഞാനൊരു നൈലോൺ ബാൻഡിലെ ഹെയർ ആക്സസറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിക്ക് സ്റ്റോക്കിങ്സ് ഇട്ടാൽ ഭംഗിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ സ്റ്റോക്കിങ്സ് വാങ്ങിയിട്ടതാണ്. അത് കുറച്ച് വലുതായിപ്പോയി. അത് മീഷോന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈദിൻ്റെ അന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ് ഈദിൻ്റെ അന്നത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിശേഷങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ജസ്റ്റ് സുഹിൻ്റെ ഇവാൻ്റെയും കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. റീൽസിന് വേണ്ടിയിട്ടും നമ്മൾ കുറച്ചൊരു സുഹിൻ്റെ ഫസ്റ്റ് ഈദായതുകൊണ്ട് ആ ഒരു മെമ്മറിക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തത്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തൊന്നും മാത്രമായിട്ട്, അല്ലാതെ ഈദിൻ്റെ അന്ന് ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതിനുണ്ടാക്കിയ ഡെസേർട്ടിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അന്നത്തത് നമ്മുടെ അടുത്ത വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഞാൻ ആ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ക്യാരറ്റ് കൊണ്ടുള്ളൊരു ഡെസേർട്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനത് കാണിക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് അരയാൻ പാകത്തിന് കുറച്ച് പാല് ചേർക്കുക. കൂടുതൽ പാല് ചേർക്കരുത്, കുറച്ച് മാത്രം പാല് ചേർക്കട്ടെ. അത് നരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അത്രയും വറ്റിച്ചെടുക്കണം. അപ്പം നമുക്ക് കൂടുതൽ ടൈം വരികയാണ്. അപ്പോൾ കുറച്ച് പാല് മാത്രം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുക കേട്ടോ. നമ്മളെടുത്ത ക്യാരറ്റിനനുസരിച്ചാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് നെയ്യ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ അരച്ച ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത്യാവശ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് നന്നായിട്ട് മധുരം വേണമെങ്കിൽ നന്നായിട്ട് ചേർക്കുക, അല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇത് നമ്മൾ തണുപ്പിച്ച് കഴിക്കണോണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് മധുരം ചേർത്താലേ ആ ടൈമിൽ നമുക്ക് പാകത്തിനുള്ള മധുരം ഉണ്ടായി തോന്നുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഇതിൽ നമ്മൾ ആ ചേർത്ത പാലൊക്കെ ഒന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ടാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാരൻ്റെ അളവൊന്നും ഞാൻ പറയില്ല കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പഞ്ചസാര ചേർത്താൽ പിന്നെ അതും മെൽറ്റായിട്ട് കുറച്ച് ലൂസ് ആവുമല്ലോ. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഈ ടൈമിലൊക്കെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുക്കാവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. പാലും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഈ വീഡിയോ ഒരു ഫേസ്ബുക്ക് പേജിൽ കണ്ടതാണ്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി നോക്കണം വിചാരിച്ചു. പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ തുറന്ന് നോക്കുമ്പോൾ ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം റവ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനെടുത്ത ഒരു ക്യാരറ്റിൻ്റെ അളവിലേക്കാട്ടോ പറയണത്. നിങ്ങളെടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. റവയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും. ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഇതിനെ വറ്റിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ അത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഇത് നന്നായിട്ട് വറ്റി വരും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി എത്തിയപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടി നല്ല തിക്കായിട്ട് വരും. ഇനി ഇതിനെ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇതുപോലെ ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊരു 7-8 മിനിറ്റ് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. പക്ഷേ സംഭവം ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. പക്ഷെ കുറച്ച് സ്റ്റെപ്പുകൾ അധികം ഉണ്ട്. അപ്പോൾ ഇത് ഒരു 7-8 മിനിറ്റ് ഞാനിപ്പോൾ ആവിയിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
ഇതിപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്താണ്ട് അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യാം. ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പാല് തിളച്ചതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര അതുപോലെ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വെറും മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം, അല്ല വെറും പഞ്ചസാര ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം. പക്ഷെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്താൽ കുറച്ചും കൂടി നല്ല തിക്കായിട്ടൊക്കെ വരാൻ ഈസിയാവും. പിന്നെ തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. പക്ഷെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇത് അത്യാവശ്യം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ പാലിൽ മിക്സ് ചെയ്ത് ചേർക്കുക, അല്ലെങ്കിൽ പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്ത് ചേർക്കുക. കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ ചേർത്ത് എടുക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയത്. ഈ സമയത്ത് അതുകൊണ്ട് ഞാൻ കോൺഫ്ലോർ നിങ്ങളൊന്ന് ചേർക്കാൻ ചേർക്കാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം തന്നെ നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞ് ഒന്നും കൂടി നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ തിക്കായ സമയത്ത് തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊരു പുഡിംഗ് ട്രേയിലോ ഒക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ട പണിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേയിലാണ് ഫസ്റ്റ് സെറ്റ് ചെയ്യണത്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്യാരറ്റ് ബോൾസും ചേർക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ എൻ്റെ ഹെയർ ആക്സസറീസിൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെയും വാട്സപ്പ് കമ്മ്യൂണിറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു പാത്രത്തിൽ ക്യാരറ്റ് ബോൾസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ മിൽക്കിൻ്റെ ബാറ്റർ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൽ കണ്ടല്ലോ ഒരു തിക്നെസ്, ഇതിനേക്കാളും തിക്കാവട്ടെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനൊരു പാത്രത്തിലെ തിക്നെസ് ആക്കി എടുത്തിട്ടുള്ളൂ. ഇനി ഒരു ഡെസേർട്ട് ഇങ്ങനെ ചൂടോടെ കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം, അല്ല തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടെ. എനിക്ക് തണുപ്പിച്ച് കഴിച്ചപ്പോഴാണ് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത്. ചൂടോടെ കഴിക്കുമ്പോൾ ആ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി മുന്നിൽ കുത്തി നിൽക്കണ പോലെ തോന്നി. തണുപ്പിച്ച് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞ ആ മിൽക്കിൻ്റെ ടേസ്റ്റ് ആണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക കേട്ടോ. ഇനി ഈ മിൽക്കിൽ വേണ്ടവർക്ക് വാനില എസൻസോ അതുപോലെ ഏലക്കായൻ്റെ പൗഡറൊക്കെ ചേർക്കാം. ഞാനതൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവിടെ തണുപ്പിച്ചപ്പോൾ ഒന്നും കൂടി നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈദിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ.